നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ പെൺകുട്ടികൾ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ അണ്ടർ-19 കിരീട നേട്ടം സ്വന്തമാക്കിയ ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. അത് ഇന്നലെ രാജ്യം മുഴുവൻ ഇന്ന് മുതൽ ആഘോഷം ആരംഭിച്ചു. അതിൽ മലയാളിയായ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്കും അഭിമാനകരമാണ്. മറ്റൊന്ന്, 2020-ൽ ഇന്നലെ ആധികാരിക ജയം അഭിഷേക് ശർമ്മയുടെ ചിറകിലേറി ആധികാരിക ജയം ഇന്ത്യ നേടിയതും ഇന്നലെയാണ്. അങ്ങനെ കായിക രംഗത്ത് ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ദിവസമാണ് ഇന്നലെ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, ട്രംപിന്റെ നയങ്ങൾ, വിദേശകാര്യ നയങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാനഡയ്ക്കെതിരെയും മെക്സിക്കോയ്ക്കെതിരെയും മറ്റും ട്രംപ് നടത്തുന്ന ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട ചൈനയൊക്കെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ ബാലരാമപുരം കൊലപാതകമാണ്. അതിൽ പ്രതികളെ കൂടുതലായി ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയാണ് പോലീസ്. ഒപ്പം ഇന്ന് മാനസിക വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ മുഖ്യപ്രതിയെ, പ്രധാന പ്രതിയെ ചോദ്യം ചെയ്യും എന്ന വിവരമുണ്ട്. ഇതുപോലെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം നാട്ടിൽ എന്തുണ്ട് അതിലേക്ക് കടക്കാം. രാജ്യത്ത് അത്യുഷ്ണത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കോട്ടയം. മഴ മാറി നിന്നതോടെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖല വരൾച്ചയുടെ പിടിയിലുമായി. ഫെബ്രുവരിയുടെ തുടക്കം തന്നെ നദികൾ വറ്റുവരണ്ട അവസ്ഥയിലാണ്. ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു പുഴയുടെ നടുവിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം എന്നില്ല. ഈ ക്യാമറ ചില കാഴ്ചകൾ കാട്ടിത്തരും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. പ്രളയകാലത്ത് കലിതുള്ളി ഒഴുകിയ പുഴയാണ് മണിമലയാർ. ഇന്നത് ആറല്ല, കാടാണ്, ഇലകരിഞ്ഞ കാട്. മാർച്ചിലെത്തുന്ന വരൾച്ച ഇത്തവണ 1 മാസം മുന്നെയാണ്. കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിച്ചിരുന്നവർ മറുവഴികൾ തേടി. അയ്യോ, കുടിവെള്ളമാണ് നമുക്ക്. വെള്ളമില്ലാതെ ഞങ്ങൾ പാടുപെടുക. പിന്നെ വെച്ചാൽ പിന്നെ ഇടയ്ക്ക് പിന്നെ വണ്ടിക്ക് ഒരു വെള്ളം കൊണ്ട് തരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. മണിമലയാറിലെ മാത്രം കാഴ്ചയല്ല ഇത്. കൈവഴിയായ പുല്ലകയാർ, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേർത്ത അരുവിയായി. പ്രളയത്തിൽ ഒഴുകിവന്ന ഉരുളൻ കല്ലുകൾക്കിടയിൽ ജീവജലത്തിന്റെ നീരുറവ. വേനൽ മഴ എത്തിയില്ലെങ്കിൽ ഇത്തവണ വരൾച്ചാ ദുരിതം കൂടുമെന്ന സൂചനയാണ് പുഴകൾ നൽകുന്നത്. തടയിണകൾ ഉള്ളിടത്ത് മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസം. പ്രളയത്തിൽ മനുഷ്യന് ഭീതി പകർത്തിയ പുഴയാണിത്. പിന്നീട് ജീവജലം നൽകി. ഇപ്പോൾ ജീവന് വേണ്ടി കേഴുകയാണ്. മുണ്ടക്കയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കോട്ടയത്തെ വരൾച്ച, അത് കോട്ടയത്ത് മാത്രമല്ല, നമുക്കറിയാം വേനൽ ശക്തമാണ് ഇത്തവണ. സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇതുപോലെ ജലാശയങ്ങൾ വറ്റിവരളുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അതിലൊരു മുഖ്യ കേന്ദ്രം കൂടിയാണ് കോട്ടയം എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകൾ, അതും ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന കനാലുകളാണ്, കാടുമൂടി അപകട ഭീഷണി ഉയർത്തുന്നുവെന്നാണ് പരാതി. ഇതോടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ജലസേചന വകുപ്പിന്റെ കനാൽ നവീകരണം പോലെയുള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ചൂട് കഠിനമായാൽ കൊല്ലം, പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിക്കുന്നത് തെന്മല ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഇടതു വലതുകര കനാലുകളെയാണ്. കനാലുകളുടെ ഇരുകരയിലെയും കാട് വെട്ടി ശുചീകരിച്ച ശേഷമാണ് ജലം ഒഴുക്കിവിടാറ്. അതിന് ജലസേചന വകുപ്പിന്റെ ഫണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഓരോ ഗ്രാമപഞ്ചായത്തും അവരവരുടെ പരിധിയിലൂടെ കടന്നുപോകുന്ന കനാലിനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കനാൽ ശുചീകരണത്തിന് ഉപയോഗിക്കേണ്ട എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. അതോടെ ശുചീകരണ പരിപാടികൾ നിലച്ചു. ശുചീകരിക്കാത്ത കനാലിലൂടെയാണ് ഇപ്പോൾ വെള്ളം തുറന്നുവിടുന്നത്. ഇത് കനാലുകളുടെ ബലക്ഷയത്തിന് കാരണമാകും. കൂടാതെ കാട് മൂടിക്കിടക്കുന്ന കനാലിൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. കാട് മൂടപ്പെട്ട അവസ്ഥയിലാണ് ഈ കനാലുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി. റോഡ് ഏതാ കനാൽ ഏതാ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നാട്ടിലുള്ള ആളുകൾ വാഹനങ്ങളുമായി വരുമ്പോൾ ഈ കനാലിലേക്ക് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ മനുഷ്യ ജീവനുകൾ കനാലിലേക്ക് അപകടത്തിൽപ്പെട്ടാൽ ആ ജീവൻ രക്ഷിക്കുന്നതിന് പോലും തടസ്സമാകുന്നത് ഈ കാട് വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഏറെ വരുമാനമുള്ള വനം വകുപ്പിന് വേണ്ടി കാട് തെളിക്കുന്നതിനും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ശുചീകരിക്കുന്നതിനുമാണ്
തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാണ് ആരോപണം. ഫണ്ട് ദീർഘവീക്ഷണമില്ലാതെ ഇങ്ങനെ ചിലവഴിക്കുന്നത് മാറ്റി ഇത്തരം വകുപ്പുകളെ കൂടി സഹായിക്കുന്ന നിലയിലേക്ക് പദ്ധതി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ ആലപ്പള്ളി കുളത്തിന് ഹരിത കേരളം പദ്ധതിയിൽ പുനർജന്മം. 30 ലക്ഷം രൂപ ചെലവിലാണ് ചെറുകിട ജലസേചന വകുപ്പ് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആലപ്പള്ളി കുളം സർക്കാരിന്റെ ഹരിത കേരളം നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയിലാണ് പുനർനിർമ്മിച്ചത്. 50 വർഷത്തോളം പഴക്കമുള്ള കാട് മൂടിക്കിടന്നിരുന്ന കുളം വൃത്തിയാക്കി ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് 20 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലുമായാണ് പുനർനിർമ്മാണം നടത്തിയത്. പ്രദേശത്തിന്റെ കാർഷിക അഭിവൃദ്ധിക്ക് കുളം പ്രയോജനപ്പെടുത്താനാകും. ജലസേചനത്തിനൊപ്പം നാട്ടുകാർക്ക് വിനോദത്തിനും ഉപകരിക്കും വിധമാണ് നവീകരണം നടത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് പൊതു ഇടമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുളത്തിന്റെ അടിഭാഗം കരിങ്കല്ല് ഉപയോഗിച്ചും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചും മേൽഭാഗം ചെങ്കല്ല് ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12,000-ഓളം ലാറ്ററൈറ്റ് കല്ലുകളും അതുപോലെ തന്നെ 221 ക്യൂബിക് മീറ്ററോളം കരിങ്കല്ലുകളും ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്ക് കുട്ടികൾക്കും വിനോദത്തിനും അതുപോലെ തന്നെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിൽ 4 ഭാഗത്തും വളരെ മനോഹരമായ പടവുകളോടുകൂടിയാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനത്തിന് ആവശ്യമായ പമ്പ് ഹൗസും പണിതിട്ടുണ്ട്. 52 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതി 30 ലക്ഷത്തിനാണ് പൂർത്തീകരിച്ചത്. എം രാജഗോപാലൻ MLA-യും മറ്റ് ജനപ്രതിനിധികളും കുളം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കുട്ടികളിലെ സർഗവൈഭവം ലക്ഷ്യമിട്ടുള്ള മേളനം സഹവാസ ക്യാമ്പ് കൗതുകമായി. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. KM കലൈശെൽവിയുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളെക്കുറിച്ചുള്ള ശില്പശാല നടക്കുന്നത്. ആടിയും പാടിയും താളത്തിൽ തുള്ളിയും ശില്പശാല കുട്ടികൾക്ക് ആവേശമായി. ഇതോടൊപ്പം പരമേശ്വരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാവനാടകവും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ലിറ്റിൽ ആർ തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിജേഷ് നാടകം വിഷയമാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകി. സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഉള്ള സെക്ഷനുകളാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിലെ 4, 5, 6, 7 ക്ലാസ്സുകളിലെ ഏതാണ്ട് 130ഓളം വരുന്ന കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഉപഭോക്താക്കളാണ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് സ്കൂളിന്റെ മേൽനോട്ടത്തിൽ നടത്തി വരാറുള്ള ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന് പറ്റിയ രീതിയിൽ തങ്ങളെ സ്വയം ചിട്ടപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാപ്പിളകല, കരകൗശലം, വ്യായാമശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. 130ഓളം വിദ്യാർത്ഥികളാണ് മേളനം സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. KSRTCയിൽ വീണ്ടും പണിമുടക്ക് കാലമാണ്. KSRTCയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നു മുതൽ TDF ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്കിന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്ന് പിന്മാറില്ല എന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചിട്ടുണ്ട്. തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിലെ ലൈറ്റുകൾ അണഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നടപടികളില്ല. വൈദ്യുതി കുടിശ്ശിക ആയതോടെയാണ് KSEB കണക്ഷൻ വിച്ഛേദിച്ചത്. തുടർന്നാണ് പാലം ഇരുട്ടിലായത്. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങളുടെ ലൈറ്റിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശമാണ് തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇരുട്ടിലായത്. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെ KSEB കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ അണഞ്ഞത്. 1 മാസം പിന്നിട്ടിട്ടും കുടിശ്ശിക തീർക്കാൻ നടപടിയെടുക്കാത്തതിനാൽ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായി ഇരുട്ടിലാണ്. ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ അപകട ഭീഷണിയും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 13,000 രൂപയാണ് കുടിശ്ശികയായി KSEBക്ക് നൽകാനുള്ളത്. ലൈറ്റ് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം.
ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പാലത്തുമ്പോൾ ലൈറ്റ് ഇല്ല. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ പാർക്കിന്റെ ഫ്രണ്ട് അതിൽ ഒറ്റ ലൈറ്റ് നോക്കണില്ല. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ പറഞ്ഞു. തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി KSEBിക്ക് വകുപ്പ് അധികൃതർ കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. തൃത്താലയിലെ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പ്രതിദിനം സന്ദർശനത്തിന് എത്തുന്നത്. പാലത്തിൽ അസ്തമയം കാണാൻ നിരവധി പേർ എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ സന്ദർശകരുടെ വലിയ കുറവും അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല. സംസ്ഥാന സർക്കാർ നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സമഗ്ര കാർഷിക വികസനം ലക്ഷ്യം വെക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ 107 പഞ്ചായത്തുകളിലാണ് നടപ്പിലാക്കുക. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക എന്നിവയാണ് കൃഷി സമൃദ്ധിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ VK കടവ് ലൂസയിൽ പാലസിന് സമീപം നടന്നു. നാടിന്റെ സമഗ്ര കാർഷിക വികസനമാണ് പരിശുദ്ധ സമൃദ്ധി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോകുന്നത്. തൃത്താല ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷിയിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കൃഷിഭവൻ തലത്തിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലൂടെയാകും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സംസ്ഥാനത്തെ കാർഷിക പ്രാധാന്യമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 തൃത്താല. സംസ്ഥാനത്ത് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ്. നമുക്കറിയാം, മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് പദ്ധതികൾ ഇതിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാർഷിക മേഖലയിൽ എത്രത്തോളം ഒരു പ്രയോജനം ഈ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതുകൂടി വിലയിരുത്തുമ്പോഴാണ് ഈ ചിലവഴിക്കുന്ന തുകയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്നത് മനസ്സിലാവുക. മറ്റൊരു വാർത്ത കോതമംഗലത്ത് നിന്നാണ്. കോതമംഗലത്ത് അന്യസംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലാണ്. ഈ പ്ലൈവുഡ് കമ്പനിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ദുരൂഹ സാഹചര്യത്തിലാണ്. കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലും സംഭവമാണോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വാർത്ത തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ്. തിരുവനന്തപുരം പാറശാല കോടങ്കരയിൽ അയൽവാസി വളർത്തുനായയെ വെട്ടിക്കൊന്നതായി പരാതി. മരിയാപുരം സ്വദേശി ബിജുവിന്റെ വളർത്തുനായയാണ് സമീപവാസിയായ അഖിൽ വെട്ടിക്കൊന്നത്. നായ തൊടല് പൊട്ടിച്ച് അയൽവാസിയുടെ വീട്ടിലെത്തിയതാണ് പ്രകോപനത്തിന് കാരണം. നായയുടെ ഉടമയായ ബിജുവിനെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് പരാതിയുണ്ട്. പാറശാല പോലീസിൽ കുടുംബം പരാതി നൽകി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ അഖിലെന്ന് പറഞ്ഞ പയ്യൻ്റെ വീട്ടിനടുത്ത് അവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി കുറച്ച് ആ സൗണ്ട് കേട്ട് ഇത് കയ്യിൽ നിന്ന് തൊടൽ വിട്ടുപോയി. തൊടൽ വിട്ടുപോയപ്പോഴത്തേക്കും അഖിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കുകയും നന്നായിട്ട് ഉപദ്രവിച്ച് അപ്പോഴത്തേക്കും തിരിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ പട്ടിയെ വെട്ടിക്കൊന്നു. തൊടലോട് തന്നെ നിൽക്കുന്ന ആ പട്ടി ആരെയും ഉപദ്രവിക്കില്ല. ചെറിയ സൈസ് പട്ടി, ഇങ്ങനെ പൊക്കം കുറഞ്ഞിട്ട് ചെറിയ സൈസ് പട്ടിയാണ്. അതിനെ വെട്ടിക്കൊന്നിട്ട് അതിനെ കൊണ്ടുവന്ന് വലിച്ചീഴ്ത്ത് ഞങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടിട്ടു. പാലക്കാട് കുമ്പിടിയിൽ അവിടെ തെരുവ് നായകളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു എന്ന വാർത്തയുണ്ട്. ഉമ്മത്തൂർ സ്വദേശി ഉമ്മറിന്റെ വീട്ടിലെ 40 കോഴികളെയാണ് നായ്ക്കൾ കടിച്ചു കൊന്നത്. 63 കോഴികൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ചത്തു. 26,000 രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. വീട്ടുടമ 60ഓളം കോഴികളെ വളർത്തിയിരുന്ന ഒരു കോഴി ഫാം എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കൂട് തകർത്ത് നായ്ക്കൾ അകത്ത് കയറി 40ഓളം കോഴികളെയാണ് ഈ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്.
തിരുവനന്തപുരം നെടുമങ്ങാട്ടേക്ക് വന്നാൽ അവിടെ കാർ ഇടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. കണ്ണമ്പള്ളി സ്വദേശി 40 വയസ്സുള്ള ബിജുവിനാണ് പരിക്കേറ്റത്. കൂവക്കുടി പാലത്തിന് സമീപം ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ലൈറ്റ് ഇടുകയായിരുന്ന ബിജുവിനെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സമീപത്തെ കടയുടെ മുൻവശവും കാർ തകർത്തു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കാറിന്റെ മുൻവശവും ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റു. ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമീപത്തെ ഒരു കടയുടെ മുൻഭാഗവും തകർത്താണ് കാർ നിന്നത്. വളരെ ഒരു ഗൗരവതരമായ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് മരിച്ച വയോധിക സെലീനാമയുടെ കല്ലറ ഇന്ന് തുറന്ന് പരിശോധിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ RDOയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ 17-ാം തീയതിയാണ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന സെലീനാമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിലെ പാടുകളിലും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിലും മറ്റും ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഇതനുസരിച്ചുള്ള പരാതി കുടുംബം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവർ. മരണത്തെ തുടർന്നാണ് ഈ സംശയം ഉടലെടുത്തത്. ഇന്ന് കല്ലറ തുറന്ന് പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും. അമ്മ മരിച്ചു കിടക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നിട്ട് ഇവർ കൂടെ പോകാനൊരു ഇവരെ പോലത്തെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ വരും. സ്വർണ്ണമാല പോയിട്ട് വേറെ ഗോൾഡ് മാല ഇട്ട് കൊടുത്തു. പിന്നെ 2 വള ഉള്ളതിൽ ഒരു വള അവർ കൊണ്ടുപോയി, ഒരു വള ഉണ്ട് കയ്യിൽ. സോഷ്യൽ മീഡിയയിൽ വൈറലായി വടകര മയ്യന്നൂർ MCM UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി. നിഷ്കളങ്കമായ വാക്കുകളോടെ പ്രത്യക്ഷപ്പെട്ട ഇഷാൻവിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇഷാൻവിക്കെതിരെ അദ്നാൻ എന്ന വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടത്. ചോദ്യം കേട്ടു നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് സംഭവത്തിന്റെ വീഡിയോയും എടുത്തിട്ടുള്ളത്. ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അദ്നാനാകുമെന്നാണ് ഇഷാൻവി മറുപടി പറഞ്ഞത്. തുടർന്ന് നിഷ്കളങ്കതയോടെ നടക്കുന്ന സംഭാഷണത്തിന്റെ വീഡിയോയാണ് അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതല്ല, ഇതിനെപ്പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാരാ? ഇതിനെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുക? അടിച്ചിക്കാ എന്തിന്? എന്റെ കാലം കസൽട്ടാ. ഇപ്പൊ ഇങ്ങളോട് എനിക്ക് എമ്പ കൂടെ കംപ്ലൈന്റ് കിട്ടിയില്ല. കംപ്ലൈന്റ് വരുമോ? സംഭവത്തിന് ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടികൾ നിറയുന്നത്. ന്യൂസ് 18 വടകര. മറൈൻ ഡ്രൈവിന്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായി ഒരാൾ ഇരിപ്പുണ്ട്. പ്രകാശേട്ടൻ. ചെവി കൊടുക്കുന്ന ആരെയും അമ്പരപ്പിക്കും ഈ കലാകാരൻ. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പ്രകാശേട്ടൻ അദ്ദേഹം തന്റെ ജീവിത മാർഗമായിട്ട്, തന്റെ ഉപജീവന മാർഗമായിട്ടാണ് സംഗീതത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഓടക്കുള്ളിലൂടെ നിരവധി ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഇവിടെ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഒരുക്കുന്നത്. ചേട്ടന്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂര്. എൻ്റെ പേര് പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂര് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ വഴിയിൽ കൈപ്പുറമ്പ് എന്ന സെൻ്ററുണ്ട്. അവിടുന്ന് 2 കിലോമീറ്റർ അടുത്താണ് പോന്നൂര്. ചെറിയൊരു ഗ്രാമമാണ്. മറൈൻ ഡ്രൈവിന്റെ വൈകുന്നേരങ്ങൾ ഈ പുല്ലാങ്കുഴൽ ഇണങ്ങളാൽ മുഖരിതമാണ്. തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രകാശേട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തും. ലോട്ടറി ബിസിനസ്സായിരുന്നു പ്രകാശന്റെ പ്രധാന ഉപജീവന മാർഗം. കോവിഡ് ചതിച്ചതോടെയാണ് പണ്ട് പഠിച്ചു മറന്ന സംഗീതം പൊടിതട്ടിയെടുത്തത്. നമുക്ക് ഈ കൊറോണ കാലം അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു തൊഴിൽ
വലിയ ബാധ്യതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഉപേക്ഷിച്ചപ്പോൾ നാടടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഈ ഫ്ലൂട്ടിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. രാസാൻ ബീഗത്തിന്റെ ഓമലാളെ നിന്നെ ഓർത്ത് അതിമനോഹരമായാണ് പ്രകാശൻ കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ആരും അറിയാതെ ഇങ്ങനെ ഒരരികിൽ കൂടി കടന്നുപോയി കാലം കഴിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. ഒരു കൈ പിടിച്ചുയർത്താനുണ്ടായാൽ ഒരുപക്ഷെ അവർ ലോക നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ആ വിരൽത്തുമ്പ് കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. കയ്യിലുള്ള ഒരു കല കൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാണല്ലോ പ്രകാശേട്ടൻ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത്? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടനെ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് സജീവ് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മരണം വരെയും നമുക്ക് നമ്മുടെ ജീവിത അവസാനം വരെയും നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് പറയണത്, നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരാളെ കാത്തിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഇരിപ്പ് ഒരു എന്നുള്ള പ്രതീക്ഷയാണ്. കാത്തിരിപ്പിന്റെ പാതയിലാണ് പ്രകാശേട്ടൻ. അതിജീവനമാണെങ്കിൽ കൂടിയും സംഗീതം കൊണ്ട് മാലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ആ വലിയ കലാകാരനൊപ്പം ചേർന്നത് ആജ്ഞ രവീന്ദ്രനാണ്. പ്രതീക്ഷയോടെ തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരും, തനിക്ക് തൻ്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. വീണ്ടും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. NDAയുമായി സഹകരിക്കാൻ ഒരുങ്ങി NCP അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം. ദേശീയ തലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ചുവടുമാറ്റം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാകും. ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ PC ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ UDFുമായി രഹസ്യ ചർച്ച നടത്തിയതായും സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വെള്ളയമ്പലം ബിജു നാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് NDA മുന്നണിയുടെ ഭാഗമാകാനുള്ള NCP അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കം. അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AK ശശീന്ദ്രൻ വിഭാഗത്തിന് വെള്ളയമ്പലത്തെ ഓഫീസ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വെള്ളയമ്പലം ബിജു നാരായണൻ. കഴിഞ്ഞ വർഷം NCPക്ക് ഒരു വിഭാഗം സംഭവിച്ചു. അപ്പോൾ NCP എന്നും NCP SP എന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞു. അതായത് ശരത് പവാർ വിഭാഗവും നമ്മുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ വിഭാഗവും. അപ്പോൾ അജിത് പവാർ വിഭാഗം NDAയുടെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും NDAയുടെ ഭാഗമായിട്ട് മാത്രമേ NCPക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. PC ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF നേതൃത്വവുമായി സീറ്റ് ചർച്ചകൾ വരെ നടത്തിയെന്നും വെളിപ്പെടുത്തൽ. AK ശശീന്ദ്രൻ അദ്ദേഹം LDFിന്റെ ഭാഗമായിട്ട് നിൽക്കും. അതുപോലെ 3-4 നേതാക്കന്മാരും കൂടെ ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള നേതാക്കന്മാർ UDFിൽ ചർച്ച നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് PC ചാക്കോയും മറ്റുമൊക്കെ അവർ സീറ്റ് ധാരണയായെന്നാണ് അവരുടെ നേതാക്കൾ എന്നോട് സംസാരിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ പ്രവർത്തനം സ്വതന്ത്രനെ പോലെയാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാനത്ത് ഇല്ലാതായെന്നും ബിജു നാരായണൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇതിനിടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എറണാകുളം കൂത്താട്ടുകുളം. നമുക്കറിയാം, അവിടുത്തെ കൂറുമാറ്റമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, തട്ടിക്കൊണ്ടുപോകലൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ വിവാദങ്ങൾക്കിടെ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട്. CPM കൗൺസിലർ കലാരാജുവും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന പരാതിയിൽ കലാരാജു ഉറച്ചു നിൽക്കുകയാണെങ്കിലും പാർട്ടി വിടേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന്
തുടർ നടപടി സ്വീകരിക്കാനാണ് UDFന്റെ നീക്കം. കൗൺസിൽ യോഗം സംഘർഷഭരിതമാകാൻ ഉള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല, കാര്യങ്ങൾ അത്ര സുഖകരമായി പോകാനുള്ള സാധ്യത ഇന്നുമില്ല. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം രാവിലെയുമായി തിരിച്ചെത്താം.